പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ എൻ്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2ന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ 4ാമത്തെ ചാപ്റ്ററാണ്. മേജർ പൊളിറ്റിക്കൽ തിയറീസ് എന്നാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 3 ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ 4ാമത്തെ ചാപ്റ്ററാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന പേപ്പർ 100 മാർക്കിന്റെ പേപ്പറാണ്. അതിൽ 80 മാർക്ക് എഴുത്ത് പരീക്ഷയാണ്. അതിന് 33% പാസ്സാവും. ഏകദേശം 26 മാർക്ക് പാസ്സാവും വേണം. ബാക്കി വരുന്ന 20 മാർക്ക് 80 കഴിച്ച ബാക്കി 100ക്ക് വരുന്ന 20 മാർക്ക് അസൈൻമെന്റ് ആണ്. അതായത് 100ൽ 20 മാർക്ക് അസൈൻമെന്റിനും 80 മാർക്ക് എഴുത്ത് പരീക്ഷയാണ്. എഴുത്ത് പരീക്ഷയ്ക്ക് വേറെ സെപ്പറേറ്റ് 26 മാർക്ക് ഉണ്ടാക്കണം. എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. അസൈൻമെന്റ് മാർക്ക് ഒരിക്കലും പാസ് മാർക്കിൽ ആഡ് ചെയ്യില്ല, അത് വേറെ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, അതുകൊണ്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പൊളിറ്റിക്കൽ സയൻസും എല്ലാ വിഷയങ്ങളും ഞാൻ പറയുന്നത് പോലെ +2 മലയാളത്തിൽ എക്സാം എഴുതുന്ന ആളുകൾക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന ആളുകൾക്കും ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ്. ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഏകദേശം 2 ടെക്സ്റ്റ് ബുക്കുകളെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും പൊളിറ്റിക്കൽ സയൻസിന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അത് മലയാള മീഡിയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. അതിനാണ് നമ്മൾ ഗൈഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ പാഠത്തിൻ്റെയും എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലും എല്ലാം ഉണ്ട്. വളരെ ഷോർട്ടായിട്ടാണ് നമ്മളിന്ന് കൊടുത്തിട്ടുള്ളത്. കാരണം പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് ഇംഗ്ലീഷിലാണ്. ഒരു മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ആൻസർ ചെയ്യാൻ കഴിയില്ല. അതിനാണ് നമ്മൾ ഈ ഗൈഡ് തയ്യാറാക്കിയത്. ഈ ഗൈഡ് നമ്മുടെ സ്റ്റുഡൻസിന്, എൻ്റെ സെൻറ്ററിലെ സ്റ്റുഡൻസിന് മാത്രമല്ല പുറത്തുള്ള സ്റ്റുഡൻസിന് നമ്മൾ നൽകുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവർ പഠിക്കാനുള്ളൊരു സഹായമായിക്കോട്ടെ എന്നുള്ളതിൻ്റെ. ഏതെങ്കിലും ഒരാൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്. ആ നിലക്ക് നമ്മളിത് പുറത്തുള്ള ആളുകൾക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഗൈഡ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗൈഡ് വീട്ടിലേക്ക് കൊറിയർ വഴി അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ്. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ മോഡലാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലാണ്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പറഞ്ഞ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറയും, ആൻസർ മലയാളത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് മലയാളം മീഡിയത്തിലുള്ള ആളുകൾ. കാരണം കേരളത്തിലെ 90% NIS എക്സാം എഴുതുന്ന ആളുകളും മലയാളം മീഡിയം, ബാക്കി 10% മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ മേജർ 3 പൊളിറ്റിക്കൽ തിയറീസ്? ഏതൊക്കെയാണ് വാട്ട് ആർ ദ മേജർ 3 പൊളിറ്റിക്കൽ തിയറീസ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ? അത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഒന്ന് പറയുന്നത് ലിബറലിസം. 3 രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ വരുന്ന ഒന്ന് ലിബറലിസം വരുന്നുണ്ട്. രണ്ടാമത് വരുന്നത് മാർക്സിസം. മൂന്നാമത് വരുന്നത് ഗാന്ധിസം. ഇതിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ കൂടുതലും പറയുന്നത്, വിശദീകരിച്ച് പറയുന്നത്. 3 രാഷ്ട്രീയ സിദ്ധാന്തങ്ങളാണ്, പൊളിറ്റിക്കൽ സിദ്ധാന്തങ്ങളാണ്. ഒന്ന് ലിബറലിസം, 2 മാർക്സിസം, 3 ഗാന്ധിസം. ഇതിനെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് വിശദീകരിച്ച് എഴുതണം. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിനൊക്കെ ആണെങ്കിൽ എന്താണ് ലിബറലിസം എഴുതാം, എന്താണ് മാർക്സിസം എഴുതുക, എന്താണ് ഗാന്ധിസം എഴുതുക, ജസ്റ്റ് എന്താണ് എഴുതുക. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 10 മാർക്കിന്റെ ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ആയി എഴുതണം. അപ്പൊ ഞാൻ ഇതിൽ ഓരോന്നും വിശദീകരിക്കും. ഒന്നാമത് ഞാൻ പറയുന്നത് ലിബറലിസം എന്നാണ്. നിങ്ങൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലിബറലിസം എന്ന് പറയുന്ന ലിബർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ലിബറലിസം ഉപയോഗിച്ചിരിക്കുന്നത്. ലിബർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നുള്ളതാണ്. ലിബറലിസം എന്നുള്ള ഫ്രീഡം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇത് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്.
ഈ ലിബറലിസം എന്ന് പറയുന്നത് ഇവിടെ ഒരു സാമൂഹിക ക്ഷേമം നടപ്പിലാക്കുന്നില്ല എന്നതാണ്. അതായത് ഒരു രാജ്യത്തുള്ള ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട തീരുമാനം എന്താണ്? ഏതൊരു രാജ്യത്താണെങ്കിലും ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട തീരുമാനം ആ രാജ്യത്ത് സാമൂഹിക ക്ഷേമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഗവൺമെന്റിന്റെ ആശയം എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യ രാജ്യമായിക്കോട്ടെ, ഏതൊരു രാജ്യമായാലും ഗവൺമെന്റ് അവിടെ എന്താണ്? സാമൂഹിക ക്ഷേമമാണ്. എന്നാൽ ലിബറലിസം വഴി സാമൂഹിക ക്ഷേമം ഉണ്ടാകുന്നില്ല. ഗവൺമെന്റിന്റെ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ ഏതിന് കഴിയുന്നില്ല? ലിബറലിസത്തിന് കഴിയുന്നില്ല. അങ്ങനെ ഒരു ചിന്താഗതി ആർക്കില്ല? ലിബറലിസം എന്ന ആശയത്തിനില്ല. സാമൂഹിക ക്ഷേമം ഈ രാജ്യത്ത് നടപ്പിലാക്കണം എന്നുള്ള ചിന്താഗതി ലിബറലിസത്തിന് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെന്റിന്റെ ഒരു സിദ്ധാന്തമായിട്ട് ഗവൺമെന്റിന്റെ തത്വങ്ങളൊന്നും ഇവിടെ പാലിക്കാത്തത് കൊണ്ട്, ഗവൺമെന്റിന്റെ തത്വങ്ങളും സിദ്ധാന്തങ്ങളും പാലിക്കാത്തത് കൊണ്ട് ഇതിനെ ഒരു ഗവൺമെന്റ് സിദ്ധാന്തമായിട്ട് ലിബറലിസത്തിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. സാമ്പത്തിക വീക്ഷണത്തിൽ ലിബറലിസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനാൽ അതിന്റെ ജനപ്രീതി കുറയുന്നുണ്ട്. ജനപ്രീതി കുറയാൻ കാരണം എന്താ? ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കി കൊടുക്കുന്നില്ല ലിബറലിസം വഴി. അതുകൊണ്ടാണ് ജനപ്രീതി എന്ത് ചെയ്യുന്നത്? ലിബറലിസത്തിന് കുറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇനി ലിബറലിസത്തിന്റെ മുഖ്യ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് അത് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാന്യത എന്നുള്ളതാണ്. ഓരോ വ്യക്തിക്കും അവന്റെ ചിന്താരീതി അനുസരിച്ച് സ്വന്തം ജീവിതം വികസിപ്പിക്കാൻ അവകാശമുണ്ടെന്ന് ലിബറലിസ്റ്റുകൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ലിബറലിസ്റ്റ് ആശയവാദികൾ എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമം ഉണ്ടാകണമെന്ന് അവര് ചിന്തിക്കുന്നില്ല. മറിച്ച് ഓരോ വ്യക്തിയും അവന്റെ ചിന്താഗതിക്കനുസരിച്ച് സ്വന്തം ജീവിതം വികസിപ്പിക്കാൻ അവകാശമുണ്ട്. അതനുസരിച്ച് കഴിവുകൾ വികസിപ്പിക്കാം. സ്റ്റേറ്റാണ് അവന് അവസരം കൊടുക്കുന്നത്. ഒരു ഓരോ സ്റ്റേറ്റുകളാണ് ഓരോ വ്യക്തിക്ക് ചിന്തിക്കാനും ചിന്തിച്ച് അവന്റെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റിന്റെ അമിതമായ ഇടപെടലുകൾ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റത്തിന് തുല്യമാണ്. അപ്പൊ വ്യക്തികൾ വല്ലാതെ സ്വാതന്ത്ര്യം അവിടെ കാണിക്കും. അപ്പൊ സ്റ്റേറ്റ് ഒരു പരിധി വരെ ഇടപെട്ട് പോകാനേ പറ്റുള്ളൂ. സ്റ്റേറ്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഓരോ വ്യക്തിയും അവൻ ചിന്തിച്ച് അവൻ മുന്നേറുന്നു എന്നുള്ളതാണ് ലിബറലിസ്റ്റുകൾ വാദിക്കുന്നത്. രണ്ടാമത്തത് പറയുന്നത് സ്റ്റേറ്റ് അതിനാൽ തന്നെ ഒരു ലക്ഷ്യമല്ല. ലിബറലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ വ്യക്തിയാണ് ലക്ഷ്യം. സ്റ്റേറ്റ് വ്യക്തിക്ക് വേണ്ടിയാണ്. വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വ്യക്തി സ്റ്റേറ്റിന് വേണ്ടിയിട്ടല്ല. ഒരു വ്യക്തി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റിന് വേണ്ടിയിട്ടല്ല. പക്ഷെ ഒരു സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. വ്യക്തിയുടെ ജീവൻ, സ്വാതന്ത്ര്യം, വസ്തുക്കൾ തുടങ്ങിയ സംബന്ധിച്ച അവകാശങ്ങൾ വ്യാപകമായി ഇടപെടാൻ ഒരു സ്റ്റേറ്റ് അവകാശമാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് സ്റ്റേറ്റിന് മേൽ അവകാശം ഇല്ല എന്നാണ് ലിബറലിസ്റ്റുകൾ പറയുന്നത്. മറിച്ച് ഒരു സ്റ്റേറ്റിന് വ്യക്തികളുടെ മേൽ എല്ലാ സ്വാതന്ത്ര്യത്തിലും ഇടപെടാൻ അധികാരമുണ്ട് എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത് സ്വാഭാവിക അവകാശങ്ങൾക്ക് പിന്തുണ എന്നുള്ളതാണ്. മനുഷ്യന്റെ സ്വാഭാവികപരമായ അവകാശങ്ങളെ ലിബറലിസ്റ്റുകൾ പിന്തുണക്കുന്നു. അവന്റെ ജീവനെയും സ്വത്തിനെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള അവകാശങ്ങൾ കവർന്നെടുക്കാൻ സ്റ്റേറ്റിന് ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റേറ്റിന് അധികാരമുണ്ട്. ഒരു പരിധി വരെ അവന്റെ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കാനും അവന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട്. പക്ഷെ ഒരാളുടെ ജീവിതം കടന്ന് കയറിയെടുക്കാനുള്ള അവകാശമായിരിക്കില്ല സ്റ്റേറ്റിന്. അമിതമായിട്ട് ഇടപെടാൻ പാടില്ല. അതേപോലെ തന്നെ മനുഷ്യ സ്വാതന്ത്ര്യത്തിനുള്ള പിന്തുണ ഉണ്ട്. മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സദാ പരിരക്ഷിക്കപ്പെടണമെന്നാണ് ലിബറലിസ്റ്റുകൾ വാദിക്കുന്നത്. സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ മാത്രമല്ല ഭൗതിക മണ്ഡലത്തിലും വേണം സ്വാതന്ത്ര്യം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ജനാധിപത്യത്തിനുള്ള പിന്തുണ. ജനാധിപത്യത്തിന് ഊറ്റമായ പിന്തുണ നൽകുന്നവരാണ് ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ ജനാധിപത്യത്തിനെ കഴിയൂ എന്നവർ ലിബറലിസ്റ്റ്. വ്യക്തി സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ ജനാധിപത്യത്തിനെ കഴിയൂ എന്നാണ് ലിബറലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. ജനങ്ങൾക്ക് നീതി ചെയ്യുവാനും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലൂടെ പാർലമെന്റിന് കഴിയുമെന്ന് അവർ വാദിക്കുന്നു. അതേപോലെ തന്നെ മതേതരത്തിനോ പിന്തുണ. ജനങ്ങളുടെ മതവിശ്വാസത്തിൽ സ്റ്റേറ്റ് ഒരിക്കലും ഇടപെടാനുള്ള അധികാരമില്ല. അതൊക്കെ അമിതമായ ഇടപെടല. ജീവനും സ്വത്തിനൊന്നും ഇടപെടാൻ പാടില്ല. മതവിശ്വാസത്തിൽ ഉറപ്പെട്ട സ്റ്റേറ്റും മതവിരുദ്ധ സ്റ്റേറ്റും മതമില്ലാത്ത സ്റ്റേറ്റും അവരുടെ ദൃഷ്ടിയിൽ മതേതരത്വമല്ല.
എല്ലാ മതങ്ങളെയും ഒന്നുപോലെ പരിഗണിക്കാനാണ് സ്റ്റേറ്റ് എന്നാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് പിന്തുണ. എല്ലാ സ്റ്റേറ്റുകളുടെയും അഖണ്ഡതക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നതാണ് ലിബറലിസം എന്ന് പറയുന്നത്. ലിബറലിസം സാമ്രാജ്യവാദത്തെ എതിർക്കുന്നുണ്ട്, ആയുധ സമരത്തെ അപലപിക്കുന്നു. എല്ലാ രാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളെയും ആദരിക്കണമെന്ന് ലിബറലിസ്റ്റുകൾ പറയുന്നുണ്ട്. മനസ്സിലായി? സ്റ്റേറ്റ് ഒരു പരിധിവരെ ഇടപെടാം, അമിതമായിട്ട് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ മതത്തിലോ ഇടപെടാൻ പാടില്ല. അന്താരാഷ്ട്രപരമായ കാര്യങ്ങളിലൊക്കെ കരാറുകളിലൊക്കെ ഇടപെടാം. അതേപോലെ തന്നെ വ്യവസ്ഥാപിത ഭരണകൂടത്തിന് പിന്തുണ. ഏത് രീതിയിലുള്ള ഏകാധികാരത്തെയും എതിർക്കുന്നവരാണ് ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഏകാധികാരത്തെ എതിർക്കുന്ന ആളുകളാണ് ലിബറലിസ്റ്റുകൾ. ഏകാധിപത്യം മനുഷ്യ സ്വാതന്ത്ര്യത്തിന് നിഷേധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ജനാധിപത്യ ഗവൺമെന്റുകളാണ് ആവശ്യമെന്ന് ലിബറലിസ്റ്റുകൾ വാദിക്കും. നല്ലൊരു രാഷ്ട്രത്തിന് വേണ്ടത് ജനാധിപത്യ ഗവൺമെന്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമതാണ് മാർക്സിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഒന്ന് ലിബറലിസത്തെ കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞു. രണ്ടാമത്താണ് നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തം മാർക്സിസം എന്ന് പറയുന്നത്. മാർക്സിസം എന്ന് പറയുന്ന പ്രശസ്തകരമായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള കാറൽ മാർക്സും ഏംഗൽസും കൂടി രൂപപ്പെടുത്ത സോഷ്യലിസ്റ്റ് സിദ്ധാന്തമാണ്. സോഷ്യലിസ്റ്റ് സിദ്ധാന്തമാണ്, അഥവാ ശാസ്ത്രീയ സോഷ്യലിസം എന്ന പേരിലും ഇതിനറിയപ്പെടുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ലെനിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ മാർക്സിസത്തെ കൂടുതൽ പ്രവർത്തന ഫലമായി തൽഫലമുണ്ടായ മാർക്സിസം ലെനിസത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്നു. 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിറ്റി മാനിഫെസ്റ്റോ, അതേപോലെ തന്നെ 1860 മൂലധനം എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതേപോലെ തന്നെ മൂലധനം എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് മാർക്സിസത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. മാർക്സിസത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഭൗതികവാദമാണ്. കാറൽ മാർക്സിന്റെ ചിന്താഗതി അദ്ദേഹം പറയുന്നത് എല്ലാ ചരിത്ര സംഭവങ്ങളും വ്യത്യസ്ത സംഘങ്ങളോ വർഗങ്ങളോ ജീവിച്ചു പോരുന്നിരുന്നു. അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചരിത്രം മനസ്സിലാക്കുന്നത്. പഴയ കാലത്തെ ആളുകളൊക്കെ ജീവിച്ചു പോരുന്നു, പല വർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, പല വ്യക്തികൾ ഇതുണ്ടോ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് സമരങ്ങളും അതേപോലെ തന്നെ യുദ്ധങ്ങളൊക്കെ ഏർപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ രീതിയിലേക്ക് എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും സമയത്ത് നിലനിൽക്കുന്ന ഉൽപാദന രീതിയാണ് സാമൂഹ്യ ഘടനയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ചരിത്രത്തിന്റെ സാമ്പത്തികപരമായ ഒരു വ്യാഖ്യാനമാണ് മാർക്സിസത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ മൂലക്കഥ. ഇതാണ് ചരിത്രപരമായ ഭൗതികവാദം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് വൈരുദ്ധ്യാധിഷ്ഠിതമായ ഭൗതികവാദം പറയുന്നുണ്ട് കാറൽ മാർക്സ്. എല്ലാ വസ്തുക്കളും ചലനങ്ങളും പരസ്പര വിരുദ്ധ ഘടകങ്ങളുടെയോ പ്രവണതകളുടെയോ സംഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ജർമ്മൻ ചിന്താകനായ ഹേഗലിൽ നിന്നുമാണ് മാർക്സ് ഈ ആശയം സ്വീകരിച്ചിട്ടുള്ളത്. ഹേഗലിന്റെ അഭിപ്രായത്തിൽ പ്രപഞ്ചവും മനുഷ്യ സമൂഹവും മാറ്റത്തിന് വിധേയമാണ് എന്നാണ് ഹേഗൽ പറയുന്നത്. കാറൽ മാർക്സും അതുതന്നെയാണ് വിശ്വസിക്കുന്നത്. വിരുദ്ധ ശക്തികളുടെ പരസ്പര പ്രവർത്തനങ്ങളിലൂടെയാണ് പരിവർത്തനം സംഭവിക്കുന്നത്. വൈരുദ്ധ്യാത്മിക എല്ലായ്പ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നതും സദാ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രക്രിയയാണ്. അത് വികസനത്തിന്റെ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും അവസാനിക്കാത്തതുമാണ്. എല്ലാ വസ്തുക്കളുടെയും ആശയങ്ങളുടെയും പിന്നാലെ പ്രേരണ വൈരുദ്ധ്യാത്മികമായി കണ്ടെത്താൻ കഴിയും. വൈരുദ്ധ്യാത്മക പ്രക്രിയയിലെ പ്രേരക ശക്തി തികച്ചും ഭൗതികമാണ്. അതേപോലെ തന്നെ വർഗ സമരം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് വർഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വകാര്യ സ്വത്തിന്റെ ആരംഭം മുതൽ സമൂഹം രണ്ട് വിരുദ്ധ ശക്തികളായി വെച്ചപ്പെട്ടു. എല്ലാ കാലത്തും സമൂഹത്തിൽ ചൂഷിക വിഭാഗങ്ങൾ, ചൂഷകരുണ്ട്, ചൂഷികരുണ്ട്. ആദ്യഘട്ടത്തിൽ അടിമകളും യജമാനന്മാരുമായിരുന്നു വേർതിരിവുണ്ടായിരുന്നത്, സംഘടന ഉണ്ടായിരുന്നു. മധ്യയുഗത്തിൽ അടിയന്മാരും ഫ്യൂഡൽ പ്രഭുക്കന്മാരും തമ്മിലായി. ആധുനിക യുഗത്തിലാകട്ടെ മുതലാളിമാരും തൊഴിലാളി വർഗവും ആയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നതാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന പേരിൽ പറയപ്പെടുന്നത്. മാർക്സ് സിദ്ധാന്തമാണ് മിച്ചമൂല്യ സിദ്ധാന്തം. മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ മുതലാളിമാർ ചൂഷണം ചെയ്ത് മിച്ചമുണ്ടാക്കുക, കൂടുതൽ സമയം തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിച്ച് കുറഞ്ഞ കൂലി കൊടുക്കുക. അതാണ് മിച്ചമൂല്യ സിദ്ധാന്തം. തൊഴിലാളികളെ 12 മണിക്കൂർ ചെയ്യുന്ന ജോലിക്ക് 8 മണിക്കൂറിന്റെ ശമ്പളം കൊടുക്കുക, 4 മണിക്കൂറിന്റെ ശമ്പളം കട്ട് ചെയ്യും.
അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ മുതലാളിമാർ എപ്പോഴും മുതലാളിമാരായിക്കൊണ്ടിരിക്കും, തൊഴിലാളികൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരിൽ നിന്ന് മിച്ചം സമ്പാദിച്ച് വളർന്നു വരുന്ന ഒരു വർഗ്ഗമാണ് മുതലാളിമാർ. അതാണ് ഈ മിച്ചമൂല സിദ്ധാന്തത്തിൽ പറയുന്നത്. പിന്നെ പറയുന്ന അഞ്ചാമത് പറയുന്ന രാഷ്ട്രത്തിന്റെ അധപതനാണ്. തൊഴിലാളി വർഗത്തിന്റെ സ്ഥാപനത്തിന് ശേഷം ഭരണകൂടം സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നു. മുതലാളിത്തത്തിന്റെ ഒരു മർദ്ദന യന്ത്രമായിട്ടാണ് മാർക്സ് രാഷ്ട്രത്തെ കണ്ടെത്തുന്നത്. ക്യാപിറ്റലിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം രാഷ്ട്രം എന്ന ചൂഷണ ഉപാധിയുടെ ആവശ്യമില്ലാതെയാണ് കമ്മ്യൂണിസം പറയുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് അടുത്ത പോയിന്റാണ്. ചൂഷണ ഉപാധിയാണ് മാർക്സിസം വിശ്വസിക്കുന്നത്. ദരിദ്രനായി തന്നെ നിലനിർത്തുവാനും ഭരണവർഗത്തെ സഹായിക്കാനുള്ള മതങ്ങൾ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. മതം സമ്പന്നന്റെ വിശിഷ്ട ഉപകരണമാണ്, പാവപ്പെട്ടവന്റെ കടിഞ്ഞാണുമാണ്. സമ്പന്നന് മാത്രമാണ് അവിടെ മതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവന് ഇല്ല എന്നാണ് മാർക്സിസം പറയുന്നത്. മതം ഒരു കൊടും വഞ്ചനയായിരുന്നു. പണക്കാർക്ക് എന്നും അനുകൂലമാകാം, പാവപ്പെട്ടവർക്ക് മതം അനുകൂലമല്ല. പണക്കാരാണ് മതം കൈയടക്കി എന്നാണ് മാർക്സിസം പറയുന്നത്. അതേപോലെ തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം അടുത്ത തത്വമാണ് മാർക്സിസത്തിന്റെ. മുതലാളിത്തത്തിന്റെ നാശം കൊണ്ട് കമ്മ്യൂണിസം ഉണ്ടാകുന്നില്ല. മുതലാളിത്തത്തിന്റെ അംശങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടാൻ ഏറെ കാലം എടുക്കുന്നതാണ്. പിന്നീട് സോഷ്യലിസം സ്ഥാപിക്കുകയും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസത്തിലേക്കുള്ള പാതയൊരുക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ അധികാര മാറ്റങ്ങൾ മുതലാളിത്ത സമ്പ്രദായത്തിൽ അടിസ്ഥാനപരമായ യാതൊരു മാറ്റങ്ങളും ഉണ്ടാക്കുന്നില്ല. മുതലാളിത്തവാദികൾ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരങ്ങൾ സദാ കൈവശം വെക്കുന്നുണ്ട് എന്നാണ്. തൊഴിലാളികൾ എന്നും അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് ഡിഫൈൻ ക്രിറ്റിസം ഓഫ് മാർക്സിസം. ഇതിൽ തന്നെ വരുന്നതാണ് മാർക്സിസ സിദ്ധാന്തത്തെ വിമർശിക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കണം. ഒരു സിദ്ധാന്തം രൂപീകരിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. ലെനിനും കാർൽ മാർക്സും ഒക്കെ അനുകൂലിച്ച ആളുകളാണ്. എന്ന് വിമർശനത്തെ ആരൊക്കെയാണ് ഇതിനെ വിമർശിക്കുന്നത്? ചരിത്രം മുഴുവനെ രൂപപ്പെടുത്തുന്നത് സാമ്പത്തിക ഘടകമാണെന്ന വാദം ശരിയല്ല. കാർൽ മാർക്സും ലെനിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ചരിത്രം മുഴുവനും രൂപപ്പെടുത്തുന്നത് സാമ്പത്തിക ഘടകമാണ് എന്ന വാദം ശരിയല്ല എന്നതാണ് പറയുന്നത്. ചരിത്രം വാസ്തവത്തിൽ ഒരു സങ്കീർണ പ്രക്രിയയാണ്. സാമൂഹ്യ പരിവർത്തനത്തെ ഒരേ ഒരു ഘടകം കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ല. അതിനെ നിരർത്ഥമാക്കുവോളം വലിച്ചു നീട്ടുവാൻ കഴിയും. മാർക്സിന്റെ മാനവ സമൂഹത്തിന്റെ ഭാവി പ്രവചിക്കാനുള്ള മാർക്സിന്റെ ശ്രമം സാങ്കല്പികവും കാൽപ്പനികവുമാണ്. സമൂഹത്തിന്റെ ഭാവി മാതൃകൾ തത്വദർശനപരമായ പ്രവചനത്തിന് അതീതമാണ്. കമ്മ്യൂണിസം രാഷ്ട്രത്തിന്റെ പങ്കിനെ താഴ്ത്തി കാണുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അഭാവമാണ് മാർക്സിസത്തിന്റെ ഏറ്റവും വലിയ ദോഷം. ഒരു വസ്തുവിന്റെ മൂല്യം നിശ്ചയിക്കേണ്ടത് അതിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ സമയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മിച്ചമൂല്യ സിദ്ധാന്തത്തിന്റെ ആശയം പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ തത്വമാണ് ഗാന്ധിസം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ാണ് ഈ ഗാന്ധിസം രൂപീകരിച്ചത്. യാതൊരു സിദ്ധാന്തം ഉണ്ടാകില്ല. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ മതകാര്യങ്ങളിൽ തനിക്കുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ അദ്ദേഹം പറയുള്ളൂ. ഗാന്ധിജിയുടെ സുപ്രധാനമായ ചില അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം പടിഞ്ഞാറൻ സംസ്കാരത്തെ എതിർത്തിട്ടുണ്ട്. പടിഞ്ഞാറൻ വിഭാഗത്തിലുള്ള ഗാന്ധിസത്തെ പ്രകാരം ഗാന്ധിജി പടിഞ്ഞാറൻ സംസ്കാരങ്ങളും അവരുടെ വിദ്യാഭ്യാസ രീതിയും അവരുടെ എല്ലാ രീതിയും, ഭക്ഷണ രീതി ആയിക്കോട്ടെ, വസ്ത്രരീതി ആയിക്കോട്ടെ, അവരുടെ ജീവിത രീതി, അവരുടെ ജനാധിപത്യ രീതി എല്ലാത്തിനെയും ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്ത് കൊണ്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 1907 അദ്ദേഹം ഹിന്ദു സ്വരാജിൽ ഈ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പാശ്ചാത്യ സംസ്കാരം എതിർക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തൊഴിലാളികളുടെ ചൂഷണത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കായിക അധ്വാനത്തിലാണ് വിശ്വാസം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ജനലക്ഷങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യം നീക്കുവാൻ കൈത്തൊഴിലാളികൾക്കും കുടിൽ വ്യവസായങ്ങൾക്കും മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് ഗാന്ധിജി പറയുന്നത്. തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കാത്തതും ഗ്രാമീണ ജീവിതത്തിന്റെ ആർജവത്വം സംരക്ഷിക്കുന്നതും ഗ്രാമത്തിന്റെ പ്രത്യേകപരമായ തൊഴിൽ മേഖലകൾ നശിപ്പിക്കാത്തതുമായ ഏത് സാങ്കേതിക ഒടുവിൽ അദ്ദേഹം സ്വാഗതം ചെയ്തു. കുടിൽ വ്യവസായങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കുടിൽ വ്യവസായങ്ങളുടെ വ്യവസായവൽക്കരണത്തെ ഗാന്ധിജി എതിർത്തു. കുടിൽ വ്യവസായങ്ങൾ ഇവിടെ വരണം, വ്യവസായവൽക്കരണം തകരണം എന്നാണ് ഗാന്ധിജി വിശ്വസിക്കുന്നത്. കാരണം അത് വൻതോതിലുള്ള ഉൽപാദനം വരും. വൻകിട വ്യവസായം വന്നു കഴിഞ്ഞാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യും. അപ്പൊ ഇവിടെ വളർന്നു വരേണ്ടത് ഏതാണ്? കുടിൽ വ്യവസായമാണ്. അതേപോലെ തന്നെ സ്വരാജ് അദ്ദേഹം രൂപീകരിച്ചു. ആദർശവാദിയായ ചിന്താഗതിക്കാരനാണ് ഗാന്ധിജി. സ്വരാജ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്
സ്വപരിശ്രമങ്ങളിലൂടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ഇഷ്ടപ്രകാരം ഭാവി രൂപപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ കഴിവിനെയാണ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം സ്വയം ഒരു ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള മാർഗം മാത്രമാണ്. ധനികൻ അനുവദിക്കുന്നത് പോലെ ജീവിത സൗകര്യങ്ങൾ സ്വരാജിൽ ദരിദ്രർക്കും അനുവദിക്കാമെന്നും ആഹാരം വസ്ത്രമില്ലാതെ ആരും ബുദ്ധിമുട്ടുകയില്ലെന്നും ഗാന്ധിജി പറയുന്നു. പിന്നെ അദ്ദേഹം രൂപീകരിച്ച ട്രസ്റ്റിഷിപ്പ് എന്ന പേര് പുതിയൊരു തത്വം ഗാന്ധിജി നിർദ്ദേശിച്ചു. ജനക്ഷേമത്തിന് ആകും വിധം സമ്പന്ന വ്യക്തികൾ അവരുടെ സ്വത്തുകൾ ട്രസ്റ്റാക്കി വെക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സമ്പന്ന വ്യക്തികൾ ട്രസ്റ്റിഷിപ്പ് ആരംഭം പ്രേരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും ബലത്തിന്റെയോ ഭീഷണിയുടെയോ അടിസ്ഥാനത്തിൽ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ രാമരാജ് എന്ന രൂപീകരിച്ചു. പൂർണ്ണ നീതിയിൽ, അതായത് രാമരാജ്യത്തിന്റെ അടിയുറച്ച് സമഗ്രമായൊരു സാമൂഹിക വ്യവസ്ഥ ഗാന്ധിജി ആഗ്രഹിച്ചു. ഏത് അക്രമങ്ങളിൽ നിന്നും രാഷ്ട്രമുക്തമാകുന്ന തലത്തിലേക്ക് വ്യക്തി രാജ്യത്തോടുള്ള ആശയം കുറച്ചു കൊണ്ടുവരണം. കാര്യനിർവഹണത്തിന് നിരവധി സ്വയം സന്നദ്ധ സംഘടനകൾ ഉണ്ടാകണം. പഞ്ചായത്തുകൾ മുഖേന സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗ്രാമങ്ങൾക്ക് സ്വയം ഭരണാവകാശം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. സാർവലൗകികമായ സമാധാനത്തെയും മാനുഷിക സ്നേഹപരമായ ധർമ്മശാസ്ത്രത്തിന്റെയും അടിസ്ഥാനമാക്കിയായിരുന്നു ഗാന്ധിജിയുടെ രാമരാജ്യം. പിന്നെ അദ്ദേഹം പറയുന്നതാണ് സ്റ്റേറ്റും വ്യക്തി സ്വാതന്ത്ര്യവും. ഗാന്ധിജിയുടെ ചിന്താഗതിയിൽ അക്രമത്തിന്റെയും സംഘടിതവും കേന്ദ്രീകൃതവുമായ രൂപത്തെ സ്റ്റേറ്റ് പ്രദാനം ചെയ്യുന്നു. വ്യക്തിക്ക് ആത്മാവുണ്ട്, സ്റ്റേറ്റ് ആത്മാവില്ലാത്തൊരു യന്ത്രമാണ്. ഒരിക്കലും അതിനെ അക്രമത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നു. കാരണം അതിന്റെ അസ്തിത്വം തന്നെ അക്രമത്തിലാണ്. സ്റ്റേറ്റിന് കൂടുതൽ അധികാരം കിട്ടുന്നതിനെ ഭയാശങ്കകളോടെ അദ്ദേഹം വീക്ഷിച്ചിരുന്നത്. ഒരാൾ സ്വയം ഭരിക്കുന്ന എന്നാൽ അയൽക്കാരന്റെ പുരോഗതിക്ക് തടസ്സമാകാത്ത ഒരവസ്ഥ. സ്വയാശ്രത്വം, ത്യാഗം, അച്ചടക്കം എന്നീ ആശയങ്ങളുടെ മൂർത്തിയുമാണ് രാമരാജ്യം. ഗാന്ധിജിയുടെ ആദർശ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ അധികാരമില്ല, ജനങ്ങളുടെ ധാർമ്മിക അധികാരത്തിനായിരിക്കും അവിടെ പരമാധികാരം. സ്റ്റേറ്റിന്റെയും അതിന്റെ അക്രമ സന്നാഹങ്ങളുടെയും സ്ഥാനത്ത് സ്വാശ്രയത്വവും സന്നദ്ധ സഹകരണങ്ങളും കടന്നു വരണമെന്ന് അദ്ദേഹം വാദിച്ചു. ഇത്രയാണ് ഈ 3 സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി ഇതിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഡിക്ലെയർഡ് ആസ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ വാല്യൂ? ഫ്രഞ്ച് വിപ്ലവം പ്രഖ്യാപിച്ച രാഷ്ട്രീയ മൂല്യങ്ങൾ ഏതൊക്കെ? 1 സ്വാതന്ത്ര്യം, 2 സമത്വം, 3 സാഹോദര്യം. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് സർവോദയം? എന്താണ് സർവോദയം? എല്ലാവരുടെയും ക്ഷേമം എന്നാണ് സർവോദയം. ലിബറലിസത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് സർവോദയം. ലിബറലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്ഷേമമല്ല, സാമൂഹ്യ ക്ഷേമം അവിടെ അല്ല. അപ്പൊ എല്ലാവരുടെയും ക്ഷേമമാണ് സർവോദയം. ആരെയും ഒഴിവാക്കാതെ എല്ലാവരുടെയും നന്മക്കായി ഇത് ശ്രമിക്കുന്നു. രാമരാജ്യം എന്ന സങ്കല്പം സർവോദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർവോദയയുടെ വക്താക്കളാണ് ഗാന്ധിജി, ആചാര്യ വിനോബ ഭാവെ, ജയപ്രകാശ് നാരായണ തുടങ്ങിയവരൊക്കെ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലും നിർദ്ദേശക തത്വത്തിനുള്ളിലും ഈ പറഞ്ഞ സാമൂഹ്യക്ഷേമത്തെ കുറിച്ച് പറയുന്നു. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ബുർഷ? എന്താണ് ബുർഷ എന്നാണ്? മാർക്സിയം സോഷ്യലിസ്റ്റ് വീക്ഷണത്തിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മുതലാളിത്ത സമൂഹത്തിന്റെ മധ്യവർഗത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് മാർക്സിസം എന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ്. മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് വീക്ഷണത്തിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മുതലാളിത്ത സമൂഹത്തിലെ മധ്യവർഗത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉൽപാദനോപകരണങ്ങളുടെ ഉടമസ്ഥയുടെയും കാർഷിക മുതലാളിമാരുടെ വേതനം പറ്റുന്ന തൊഴിലാളികളുടെയോ അല്ലാത്തവരുടെയോ സമ്പന്ന വർഗത്തെയാണ് മാർക്സ് ബുർഷ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് അനാരാജ്യം? അനാരാജകത്വം. എന്താണ് അനാരാജകത്വം എന്ന് പറഞ്ഞാൽ? സമൂഹത്തിന് രാഷ്ട്രീയം എന്ന സ്ഥാപനമില്ലാതെ നിലനിൽക്കാനും അതാണ് അഭിമാഗ്യം എന്ന് വാദിക്കുന്ന സിദ്ധാന്തം. സമൂഹത്തിന് രാഷ്ട്രം ഇല്ല എന്നുള്ളതാണ്. രാഷ്ട്രം എന്നുള്ള വാദ സമൂഹത്തിന് ഇല്ല. അങ്ങനെ സ്ഥാനമില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് അരാജകത്വം എന്ന് പറയുന്നത്. രാഷ്ട്രത്തെ ഒരു തിന്മയായി കാണുന്ന ചിന്താഗതിയുടെ മുഖ്യ പ്രചാരകർ. രാഷ്ട്രം എന്ന് ഉണ്ടാകുന്നത് തിന്മയാണ്, രാഷ്ട്രം അനുയോജ്യമല്ല. അതിന് പ്രധാന വ്യക്തികളാണ് വില്യം ഗോഡിന്, ജോസഫ് ക്രൗത്തോൺ, മൈക്കിൾ ബുക്കാനിയൻ, പീറ്റർ കോംബർട്ടിൻ തുടങ്ങിയവർ. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഡു യു മീൻ ബൈ വിത്രോയിങ് അവേ ഓഫ് ദി സ്റ്റേറ്റ്? രാഷ്ട്രത്തിന്റെ തിരോധാനം എന്താണ്? മാർക്സിസ്റ്റ് സിദ്ധാന്ത പ്രകാരം തൊഴിലാളി വർഗത്തിന്റെ സ്വേച്ഛാധിപത്യ സ്ഥാപനത്തിന് ശേഷം ഭരണകൂടം സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നു.
മുതലാളിത്തത്തിന്റെ ഒരു മർദ്ദന യന്ത്രമായിട്ടാണ് കാറൽ മാർക്സ് രാഷ്ട്രത്തെ കണ്ടെത്തത്. ക്യാപിറ്റലിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം രാഷ്ട്രത്തെ ആവശ്യമില്ല എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നമ്മൾ സെന്റർ നടത്തുന്ന സ്ഥാപനമാണ്. ഈ പറയുന്ന NSന്റെ SSLC +2ന്റെ വിവിധ വിഷയങ്ങൾ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നു, നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, കുട്ടികൾക്ക് ആവശ്യമായിട്ട് ഗൈഡുകൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ, കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ SSLC +2 6 മാസം കൊണ്ട് ചെയ്ത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ അഡ്മിഷൻ ചെയ്തു തരുന്ന ഏക സ്ഥാപനമാണ് NS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നിങ്ങളുടെ അസൈൻമെന്റ് വർക്കുകൾ, പ്രാക്ടിക്കൽ വർക്കുകൾ, എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9037114679 എന്ന് പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക് യു.